ക്വസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 42. മുംബൈയിലെ താജിൽ ബാബാജി. വിനോദ സഞ്ചാര വകുപ്പ് ആൻഡമാൻ ദ്വീപ് സമൂഹത്തെപ്പറ്റിയുള്ള പരസ്യത്തിൽ അതിനെ സുവർണ സൂര്യൻ്റെ നാട് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും മനോഹരമായ ഭൂപ്രദേശമാണ് ആൻഡമാൻ ദ്വീപ സമൂഹം. എൻ്റെ പക്കൽ പ്രസ് അക്രഡിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നതിനാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഏതു ഭാഗത്തും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. പല സ്ഥലങ്ങളിലും സാധാരണ വിനോദ സഞ്ചാരികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. ജറാവ ആദിവാസികൾ വസിക്കുന്ന ജറാവ റിസർവ് പ്രദേശത്തും എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. ജറാവകൾ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ സെന്റിനലീസ് എന്ന് വിളിക്കപ്പെടുന്ന നല്ല ഉയരമുള്ള നഗ്നരായി ജീവിക്കുന്ന നീഗ്രോയിഡ് വംശജർ താമസിക്കുന്ന സ്ഥലത്തും പോകാൻ കഴിഞ്ഞു. ഒറ്റപ്പെട്ടു കിടക്കുന്ന വടക്കൻ സെന്റിനൽ ദ്വീപ് സമൂഹത്തിലാണ് നീഗ്രോയിഡ് വംശജർ വസിക്കുന്നത്. അവർക്ക് ഉപ്പിൻ്റെ ഉപയോഗം പോലും അറിഞ്ഞുകൂടാ. ദ്വീപ് സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കൾ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വഴക്ക് കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ കയ്യിൽ പ്രസ് കാർഡ് ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഏത് ഓഫീസിലും കയറി ചെല്ലാൻ കഴിഞ്ഞിരുന്നു. വാർത്തകൾ ശേഖരിക്കുന്നതിനും അവ എഡിറ്റ് ചെയ്യുന്നതിനുമുള്ള കഴിവ് ഞാൻ ആർജിച്ചു. എഡിറ്റ് ചെയ്യുമ്പോൾ പത്രത്തിൻ്റെ സ്ഥലപരിമിതിക്കുള്ളിൽ വാർത്തകളെ ഒതുക്കി നിർത്താനും അത്യാവശ്യമായ വിവരങ്ങൾ ഒന്നും ചോർന്നു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ പരിശീലനം ചെറുകഥകൾ എഴുതാനുള്ള പരീക്ഷണത്തിന് പ്രചോദനമായി ഭവിച്ചു. ഞാൻ ആയിടെ ദി ഐലൻഡ് ബോയ് എന്ന ശീർഷകത്തിൽ ഒരു ചെറുകഥ എഴുതി ഡൽഹിയിൽ നിന്നും ഇറങ്ങുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ഞാൻ അനേകം ലേഖനങ്ങൾ എഴുതി. അവയൊക്കെ വൻകരയിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ചരിത്രപരമായി പോർട്ട് ബ്ലെയറിന് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുറച്ചു കാലം ജപ്പാൻകാർ പോർട്ട് ബ്ലെയർ കൈയടക്കി വച്ചിരുന്നു. അതവർ ചെന്നൈയിൽ, അപ്പോഴത്തെ മദ്രാസ്, ബോംബിടുന്നതിനുള്ള ബേസായി കരുതിയിരുന്നു. പോർട്ട് ബ്ലെയറിൽ നഗരത്തിന് സമീപം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ധാരാളം തുരങ്കങ്ങളും ബങ്കറുകളും ഇപ്പോഴും കാണാൻ കഴിയും. പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കുപ്രസിദ്ധമായ ജയിലറകൾ ഉണ്ടായിരുന്നു. വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവരെ അവിടെ പാർപ്പിച്ചിരുന്നു. പിന്നീട് അവിടെ വീര സവർക്കറെ പോലെയുള്ള വിപ്ലവകാരികളായ രാഷ്ട്രീയ തടവുകാരെയും പാർപ്പിച്ചിരുന്നു. എഴുതാൻ ധാരാളം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലമായിരുന്നതിനാൽ എഴുത്തും ധ്യാനവും ഒരുമിച്ച് നടത്തി. ഏതു ഭാഗത്തു നിന്നും ബീച്ചിലെത്താൻ ഏതാനും മിനിറ്റുകൾ മതിയാകും. ആൻഡമാനിൽ ഒരു വർഷം മുഴുവൻ ആനന്ദകരമായ ജീവിതമാണ് നയിച്ചത്. അതോടൊപ്പം തന്നെ വളരെ കരുതലോടെയാണ് ജീവിച്ചത്. എന്തെന്നാൽ ധനാഢ്യരായ മാപ്പിള വ്യാപാരികളും എസ്റ്റേറ്റ് ഉടമകളും എന്നെ അവരുടെ മരുമകനാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. വൻകരയിൽ നിന്നും ദ്വീപുകളിൽ വന്ന് താമസമാക്കിയിട്ടുള്ള ധനാഢ്യർ തങ്ങളുടെ പെൺമക്കളെ വൻകരയിലെ കാണാൻ കൊള്ളാവുന്ന യുവാക്കളായ വിദ്യാസമ്പന്നർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു. പെൺകുട്ടികൾ സുന്ദരികളും മിടുക്കികളും ആയിരുന്നു. കല്യാണ കാര്യത്തെപ്പറ്റി എനിക്ക് നേരത്തെ ചില മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നതിനാൽ ഞാൻ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നു. ആൻഡമാനിലെ ജീവിതത്തിൽ ചെറിയ ഒരു അസുഖം ബാധിച്ചതല്ലാതെ മറ്റു വൈഷമ്യങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. ശുദ്ധീകരിക്കാത്ത വെള്ളം കുടിച്ചതിനാൽ അമീബ മൂലം കുറച്ച് ദിവസം അസുഖം ബാധിച്ചു. രാത്രിയിൽ കൊതുകുവല ഉപയോഗിച്ചിരുന്നതിനാൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന മലേറിയ പിടിപെട്ടില്ല. ആധ്യാത്മികമായി പ്രാധാന്യം അറിയിക്കുന്ന ഒന്നും തന്നെ സംഭവിച്ചില്ല. വർഷാവസാനം ഞാൻ ജോലി രാജിവെച്ച് കപ്പലിൽ കൽക്കത്തയിലേക്ക് തിരിച്ചു. കൽക്കത്തയിലെത്താൻ 3 ദിവസം വേണ്ടി വന്നു. കൽക്കത്തയിൽ എത്തിയ ഞാൻ ഒരിക്കൽ കൂടി വേലൂർ മഠവും ദക്ഷിണേശ്വരത്തിലെ കാളി ക്ഷേത്രവും സന്ദർശിച്ചു.
ദക്ഷിണേശ്വരത്ത് തന്നെ സ്ഥിതി ചെയ്തിരുന്ന യോഗാദ സത്സംഗ് സൊസൈറ്റിയുടെ മുഖ്യ കാര്യാലയവും സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ സംഘത്തിലെ മുതിർന്ന അമേരിക്കൻ സ്വാമിയായ സ്വാമി ശാന്താനന്ദയനെ പരിചയപ്പെടുകയും ക്രിയായോഗയെപ്പറ്റി ഒരു സ്വകാര്യ ചർച്ച നടത്തുകയും ചെയ്തു. അദ്ദേഹം തികഞ്ഞ മാന്യനും സൗമ്യനും ആയിരുന്നു. ദക്ഷിണേശ്വരത്തിൽ നിന്ന് ഞാൻ നഗരത്തിലേക്ക് മടങ്ങി. പരിചിതനായ ഒരു വ്യക്തിയിൽ നിന്ന് പ്രസിദ്ധ ക്രിയായോഗ ഗുരുവായ ശ്യാം ചരൺ ലാഹിരി മഹാശയൻ്റെ പൗത്രനായ ശ്രീ സത്യചരൺ ലാഹിരി തൻ്റെ ഒരു അനുയായിയോടൊപ്പം നഗരത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. മഹാനായ ശ്രീ ശ്യാം ചരൺ ലാഹിരി ശ്രീ ഗുരു ബാബയുടെ ശിഷ്യനായിരുന്നു. മുത്തച്ഛനെ പോലെ തന്നെ ശ്രീ സത്യചരൺ ലാഹിരി ആധ്യാത്മികമായി ഔന്നിത്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വലിയ ജ്ഞാനിയും സംസ്കാര സമ്പന്നനുമായിരുന്നു. 1 മണിക്കൂർ സമയം അദ്ദേഹവുമായി ആധ്യാത്മിക വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കിട്ടി. ശ്രീ ശ്യാം ചരൺ ലാഹിരി മഹാശയനെ സംബന്ധിക്കുന്ന അതുവരെയും അറിയപ്പെടാത്ത പല വിവരങ്ങളും അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും ക്രിയായോഗത്തെപ്പറ്റിയും ചർച്ച ചെയ്തു. ക്രിയായോഗം കറസ്പോണ്ടൻ്റ് കോഴ്സിലൂടെ പഠിക്കേണ്ട വിഷയമല്ലെന്നുള്ള എൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയാണ് ക്രിയായോഗ അഭ്യസിക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉള്ളു തുറന്ന് ചിരിച്ചുകൊണ്ട് മുംബൈയിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവം വിവരിച്ചു. ഒരിക്കൽ മുംബൈ സന്ദർശന വേളയിൽ ശ്രീ സത്യചരൺ ലാഹിരിയെ ഒരു സ്ത്രീ സമീപിക്കുകയുണ്ടായി. താൻ ഹിമാലയത്തിൽ പോയിരുന്നുവെന്നും അവിടെ വെച്ച് ശ്രീ ഗുരു ബാബയെ ദർശിച്ചിരുന്നുവെന്നും അവർ അവകാശപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മഹാവതാർ ബാബാജി എന്നാണ് പറഞ്ഞത്. ശ്രീ ഗുരു ബാബാജിയെ പരാമർശിക്കാൻ സ്വാമി യോഗാനന്ദ പരമഹംസർ ഉപയോഗിച്ച പദമായിരുന്നു അത്. ഗുരു ബാബാജിയുടെ അടുത്തിരുന്ന് 3 മണിക്കൂർ ധ്യാനിച്ചുവെന്നും അവർ അവകാശപ്പെട്ടു. ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ ശ്രീ സത്യചരൺ ലാഹിരിയോട് ക്രിയായോഗ ദീക്ഷ നൽകാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇക്കാലത്ത് ആളുകൾ ആധ്യാത്മികതയെയും ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഭാവിയിൽ അണ്ടനും അടകോടനുമെല്ലാം താൻ ബാബാജിയുടെ ശിഷ്യൻ എന്ന് അവകാശപ്പെട്ടേക്കാം. കച്ചവടം പൊടിപൊടിക്കുകയും ചെയ്യും. കൽക്കത്തയിൽ നിന്നും ഞാൻ ബനാറസിലേക്ക് പോയി. ഇത് ബനാറസിലേക്കുള്ള 2ാമത്തെ യാത്രയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം ഒരിക്കൽ കൂടി ദർശിക്കണമെന്നും ബുദ്ധൻ ആദ്യമായി ഉപദേശം നൽകിയ സാരനാഥിൽ പോകണമെന്നും ആഗ്രഹിച്ചിരുന്നു. സാരനാഥിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ധർമ്മചക്രത്തെ ആദ്യമായി ചലിപ്പിച്ചത്. രാജ്ഘട്ടിലെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ നടത്തുന്ന വസന്ത കോളേജും സ്കൂളും കൃഷ്ണമൂർത്തി സെൻറ്ററും മാർഗമധ്യേ സന്ദർശിക്കുകയുണ്ടായി. യാത്രയ്ക്ക് വേണ്ടി വേണ്ടുവോളം പണം കരുതി വച്ചിരുന്നതിനാൽ മുംബൈയിൽ പോകുന്നതിനും എലഫൻ്റ ഗുഹകൾ സന്ദർശിക്കുന്നതിനും മനസ്സിൽ ആഗ്രഹം ഉദിച്ചു. വളരെ മുമ്പ് ബാബാജി ഈ ഗുഹകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ അനന്തനാഗിന് സമീപമുള്ള ബാൻജോയിലെ ഗുഹാക്ഷേത്രങ്ങളിൽ എന്ന പോലെ പ്രാചീന കാലത്ത് എലഫൻ്റ ഗുഹകൾ ദീക്ഷാ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ചു ദൂരം ബോട്ടിൽ യാത്ര ചെയ്താൽ അവിടെ എത്തിച്ചേരും. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ഒരു ബോട്ടിൽ കയറി ഗുഹകളിൽ എത്തിച്ചേർന്നു. എലഫൻ്റ കേവ്സിനെ മറാത്തിയിൽ ഗർഭൂരി ഗുഹകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലെ ഒരു ദ്വീപിലാണ്. സംസ്കൃതത്തിൽ ഇതിൻ്റെ മൂലക നാമം അഗ്രഹാരപുരി എന്നായിരുന്നുവെന്ന് ബാബാജി പറഞ്ഞിരുന്നു. അഗ്രഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും നല്ല കണ്ഠഹാരം എന്നാണ്. ഈ പദം ബ്രാഹ്മണ സമൂഹം താമസിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അതേപ്പറ്റി ബാബാജിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. പണ്ട് ആധ്യാത്മികമായ നിഗൂഢ രഹസ്യങ്ങൾ ഉപദേശിച്ചിരുന്നവരെയും മന്ത്രദീക്ഷ നൽകി പോന്നിരുന്നവരെയും ബ്രാഹ്മണർ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെയുള്ള ബ്രാഹ്മണ ഗുരുക്കന്മാർ പ്രസ്തുത ഗുഹകളിൽ വസിച്ചിരുന്നു. ഏതോ കാരണവശാൽ പോർച്ചുഗീസുകാർ ആ ഗുഹകൾക്ക് എലഫൻ്റ എന്ന് പേര് നൽകുകയുണ്ടായി.
17-ാം നൂറ്റാണ്ടിൽ അവർ അവിടെ ഉണ്ടായിരുന്ന പല ശില്പങ്ങളെയും ഉന്നം വയ്ക്കാനുള്ള അഭ്യാസത്തിന് ടാർഗറ്റ് പ്രാക്ടീസിനു വേണ്ടി ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എൽഫൻഡ കേവ്സ് പാറയിൽ പണിതീർത്ത ഒരു സമുച്ചയമാണ്. അവിടെ വിശാലമായ ഗുഹയും മുറ്റങ്ങളും ആരാധനാ സ്ഥലങ്ങളും ഉണ്ട്. അവിടുത്തെ കൊത്തുപണികൾ ഏവരെയും ആകർഷിക്കുന്നവയാണ്. ഒരു ശിവക്ഷേത്രവുമുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അർദ്ധനാരീശ്വരനെയാണ്. യോഗികളുടെ അധിഷ്ഠാന ദേവനാണ് ശിവൻ. പകുതി ഭാഗം സുന്ദരിയായ സ്ത്രീയുടെ രൂപവും പകുതി ഭാഗം പുരുഷന്റെ രൂപവുമാണ്. അർദ്ധനാരീശ്വരനെ പൂർണ്ണയോഗിയുടെ പ്രതീകമായിട്ടാണ് ബാബാജി വിശദീകരിച്ച് തന്നിരുന്നത്. ഒരു പൂർണ്ണയോഗിയിൽ സമതുലിതാവസ്ഥയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു. അത് സാധ്യമാക്കുന്നത് നട്ടെല്ലിന് ഇരുപാർശ്വങ്ങളിലുള്ള ഇടപിംഗള നാഡികളിൽ കൂടി സഞ്ചരിക്കുന്ന ക്രിയാശക്തിയെ യോഗി ഉണർത്തി സൂക്ഷ്മണ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ജ്ഞാനിയായ യോഗിക്ക് പരമമായ സത്തയെ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ശിവതത്വം. അത് പ്രാപിക്കുമ്പോൾ പരമാനന്ദം ലഭിക്കുന്നു. ആ അവസ്ഥയിൽ ഒരു സാധാരണ മനുഷ്യൻ അതിമനുഷ്യനായി തീരുന്നു. ഗുഹയുടെ പുറത്ത് 20 അടി ഉയരമുള്ള ത്രിമൂർത്തി ശിവന്റെ ശില്പം ഉണ്ട്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ 3 ഭാവങ്ങളും ഒരേ മൂർത്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വിശാലമായ മുറിയിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. നർത്തകരുടെ രാജാവായ ശിവനെ നടരാജൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ശില്പങ്ങളും അത്യാകർഷണങ്ങളാണ്. വളരെ മുമ്പ് അവയെ കണ്ടിരുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ക്ഷിപ്രഗതിയിൽ കടന്നുപോയി. അല്പസമയം ഞാൻ ധ്യാനത്തിൽ മുഴുകിപ്പോയി. അതിനിടയിൽ വൻകരയിലേക്ക് മടങ്ങണമെന്ന് വിചാരമുണ്ടായി. ഞാൻ ബോട്ടിൽ കയറി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് മടങ്ങി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നാൽ മനോഹരമായ താജ്മഹൽ പാലസ് ഹോട്ടൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഉടമസ്ഥത ടാറ്റ കുടുംബത്തിനാണ്. ചാരുതയാർന്ന ഈ സൗധത്തിൽ നിന്ന് ശില്പഭംഗി വാർന്നൊഴുകുന്നു. ഇതിൻ്റെ ഗേറ്റിലൂടെ ഒരു നൂറ്റാണ്ടായി എത്രയോ രാജാക്കന്മാരും വൻകിട വ്യവസായികളും രാഷ്ട്രീയ പ്രവർത്തകരും പ്രഗത്ഭമതികളും സമൂഹത്തിൻ്റെ ഉന്നത തലത്തിലുള്ളവരും ഇതിനകം കടന്നുപോയിരിക്കുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയേക്കാൾ അത്യുത്കൃഷ്ടമായ ഒരു സ്മാരകത്തിൻ്റെ പദവിയാണ് മുംബൈയിലെ പൗരന്മാർ താജിന് നൽകിയിട്ടുള്ളത്. ഞാൻ താജിൻ്റെ പ്രവേശന കവാടത്തിന് സമീപം പോയി നിന്നു. എന്നിട്ട് പ്രത്യേക വേഷം ധരിച്ച കാവൽക്കാരെ കൗതുകത്തോടെ നോക്കി നിന്നുകൊണ്ട് എനിക്ക് അതിനുള്ളിൽ കടന്ന് വളരെയധികം പണച്ചെലവുള്ള ഒരു കപ്പ് കാപ്പി കുടിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. ഞാൻ താജിൻ്റെ ഉൾഭാഗത്ത് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അന്നേരം കറുത്ത തിളക്കവും മിനുസവുമുള്ള ഒരു മെഴ്സിഡീസ് കാർ കവാടത്തിനുള്ളിലേക്ക് നീങ്ങിയിട്ട് നിന്നു. യൂണിഫോം ധരിച്ച ഡ്രൈവർ കാറിൽ നിന്നും ചാടിയിറങ്ങി കാറിൻ്റെ വാതിലുകൾ തുറന്നു. മുൻവശത്തെ വാതിൽ നിന്നും ക്ലീൻ ഷേവ് ചെയ്ത, കാഴ്ചയിൽ പാസിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മധ്യവയസ്കൻ പുറത്തേക്ക് ഇറങ്ങി. ആ മനുഷ്യൻ വിലയേറിയ പാൻറ്റും കോട്ടുമാണ് ധരിച്ചിരുന്നത്. പുറകുവശത്തെ വാതിൽ നിന്നും നല്ല ആകാര സൗഷ്ഠവമുള്ള സുന്ദരിയായ ഒരു യുവതി പുറത്തേക്കിറങ്ങി. അവൾ ഇളം തവിട്ട് നിറമുള്ള പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കൂടാതെ ഒരു സർദാറും സിഖ് ഉണ്ടായിരുന്നു. സർദാറിന് നല്ല ഉയരമുണ്ടായിരുന്നു. സുന്ദരനും സുമുഖനുമായ അയാൾ കടും നീല നിറമുള്ള പാൻറ്റും കോട്ടും അതേ നിറമുള്ള തലപ്പാവുമാണ് ധരിച്ചിരുന്നത്. സർദാറും യുവതിയും കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു. സർദാർ എൻ്റെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചു. അദ്ദേഹത്തിൽ ഏതോ സുപരിചിതത്വം അനുഭവപ്പെട്ടു. ഞാൻ സർദാറിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ പ്രൗഢിയോടുള്ള നടത്തമായിരുന്നോ, അതോ അദ്ദേഹത്തിൻ്റെ ഉയരമായിരുന്നോ, അദ്ദേഹത്തിൻ്റെ നിറവും ആകാര സൗഷ്ഠവമായിരുന്നോ,
ഈ ചിന്തകളിൽ മുഴുകിയിരുന്നതിനിടയിൽ അദ്ദേഹം മുഖത്തു നിന്ന് കൂളിംഗ് ഗ്ലാസ് മാറ്റി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സുവ്യക്തമായി കണ്ടു. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്നെ നോക്കുകയായിരുന്നു. അതെ, എൻ്റെ വിലയിരുത്തലിൽ തെറ്റ് സംഭവിച്ചില്ല. അത് തീർച്ചയായും അദ്ദേഹം തന്നെയായിരുന്നു. അത് ബാബാജി ആയിരുന്നു, എൻ്റെ സുഹൃത്തും ഗുരുവുമായ ബാബാജി. അത്യന്തം രസകരമായ ഒരു സാഹചര്യമായിരുന്നു അത്. ഞാൻ ചിരി അടക്കാൻ ശ്രമിച്ചു. സർദാർ കൂടെയുണ്ടായിരുന്നവരോട് എന്തോ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവർ ഹോട്ടലിനുള്ളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മധു, എന്തിനാണ് വിഡ്ഢിച്ചിരി ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഞാൻ ചിരി അമർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണ് സർദാർ എന്ന വേഷത്തിൽ പ്രകടനം നടത്തുന്നത്? ബാബാജി ഇത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു തരുമോ? വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോടൊപ്പം റോഡ് മുറിച്ച് കൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ചിലരെ നീ കണ്ടുവല്ലോ. അവർ പാഴ്സികളാണ്. വലിയ ധനാഢ്യ കുടുംബത്തിൽപ്പെട്ടവരാണ്. പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്നവർ. ഭർത്താവ് വൻകിട വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്ത് വിദ്യാഭ്യാസം നേടിയവളും ആണ്. അവൾ മദ്യപാനത്തിന് അടിമയായിപ്പോയി. ഞാൻ അവളുടെ അച്ഛൻ്റെ ഗുരുവായിരുന്നു. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളെ ഞാൻ സംരക്ഷിക്കാം എന്ന് വാക്കുകൊടുത്തു. ഞാൻ ഇപ്പോൾ ആ വാഗ്ദാനം പാലിക്കുകയാണ്. അവൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ഒരു സിഖ് വ്യാപാരിയാണെന്നും ആത്മീയ ശക്തിയുള്ള ആളാണെന്നും ആണ്. അവളുടെ അച്ഛൻ്റെ ഗുരു ആയിരുന്ന എന്ന കാര്യവും അവൾ അംഗീകരിക്കുന്നു. ദമ്പതിമാരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കാഴ്ചയിൽ തോന്നിപ്പിക്കുന്ന എൻ്റെ യൗവനമാണ്. എനിക്കാണെങ്കിൽ പെൺകുട്ടിയുടെ പിതാവുമായി 50 കൊല്ലത്തെ പരിചയമുണ്ട്. ഇപ്പോൾ അവരുടെ സ്ഥിതി എങ്ങനെയുണ്ട്? ഞാൻ സ്വാഗതം ആരാഞ്ഞു. അല്പം കൂടി സമയമെടുക്കും. അവൾ നേരെയാകും. ഞാൻ പ്രയോഗിച്ച രീതി കേട്ടാൽ നീ അതിശയിക്കും. ഞാനും അവളോടൊപ്പം ഇരുന്ന് ചിലപ്പോൾ മദ്യപിക്കാറുണ്ട്. താമസം വിന അവൾ മദ്യപാനം പാടെ ഉപേക്ഷിക്കും. നീയും ഭാവിയിൽ നിന്റെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതേ മാർഗം സ്വീകരിച്ചേക്കും. ഞാൻ കുറച്ചു കഴിഞ്ഞ് ബാറിൽ പോയി അവളോടൊപ്പം മദ്യപിക്കും. അതിരിക്കട്ടെ, നീ എൽഫണ്ട കേവ്സ് സന്ദർശിച്ചോ? ബാബാജി അത്ഭുതകരമായ പല ശില്പങ്ങളും കണ്ടു. ശരി, ഞാൻ ഇപ്പോൾ പോകുകയാണ്. നിനക്ക് ഇപ്പോഴും താജിനുള്ളിൽ ചെന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല ബാബാജി, അതൊരു നിമിഷത്തിൽ അറിയാതെ ഉണ്ടായ ചിന്തയായിരുന്നു. ശരി, നീ മുമ്പേ വിടുന്നതിന് മുമ്പ് ഹാജി അലിയുടെ ദർഗാ സന്ദർശിക്കണം. അതിനുശേഷം ഡൽഹിയിൽ പോയി കുറേ നാൾ കഴിയണം. നിനക്ക് അവിടെ പത്രപ്രവർത്തകൻ്റെ ജോലി കിട്ടും. 1 വർഷം കഴിഞ്ഞ് നീ ചെന്നൈയിൽ പോയി ജിദ്ദു കൃഷ്ണമൂർത്തിയെ കാണണം. നീ അവസാനമായി ബന്ധപ്പെടുന്ന മഹത് വ്യക്തിയായിരിക്കും അദ്ദേഹം. നിന്റെ പൂർണ്ണമായ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉതകുന്ന പല കാര്യങ്ങളും നിനക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കും. ഡൽഹിയിൽ ചെന്നതിന് ശേഷം കാശ്മീരിലേക്കും പോയിട്ട് അനന്തനാഗിലെ ഗുഹാക്ഷേത്രങ്ങളും ദർശിക്കണം. സാഷ്ടാംഗ പ്രണാമം അരുത്. നിർബന്ധമാണെങ്കിൽ പാദം സ്പർശിച്ചുകൊള്ളൂ. സർദാർ ബാബാജി നടന്നാകുന്നു. അദ്ദേഹം താജ്മഹൽ പാലസ് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു. ഞാൻ അറബിക്കടലിലെ പാറക്കെട്ടുകളുള്ള ദ്വീപിൽ കരയോട് ചേർന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഹാജി അലി ദർഗ സന്ദർശിച്ചു. അവിടേക്ക് പോകാൻ വൻകരയിൽ നിന്ന് ഒരു റോഡ് ഉണ്ട്. ദാദറിൽ റോഡരികെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് രുചികരമായ മറാത്തി ഭക്ഷണം കഴിച്ചു. ന്യൂഡൽഹിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു. ഭാഗ്യത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ലീപ്പർ ടിക്കറ്റ് ലഭ്യമായിരുന്നു. അന്നത്തെ രാത്രി ബോംബെ സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ ഉറങ്ങി. അടുത്ത ദിവസം ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.